ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബോട്ടി വരട്ടിയതാണ്. അതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മട്ടൺ ബോട്ടി നേരത്തെ ചുടുവെള്ളത്തിലേക്ക് ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് തിളച്ച് വരുമ്പോൾ അതിലുള്ള അഴുക്കുകളെല്ലാം നന്നായിട്ട് വൃത്തിയായി കിട്ടും. അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ നന്നായി അഴുക്കെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഈ ബോട്ടി മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേവിക്കാനായിട്ട് ഞാൻ 6 വിസിൽ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും വിസിൽ ഫുള്ള് പോകുമ്പോഴേക്കും തന്നെ ഈ ബോട്ടി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് 1 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയും വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് എണ്ണയിലിടാതെ തന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാൻ. അല്ലെങ്കിൽ ഈ ബോട്ടി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ബോട്ടി നമ്മൾ ഈ മീനിൻ്റെ മുട്ടകളൊക്കെ പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.